ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. എൻ്റെ കൂടെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്, ഞങ്ങൾ ഒന്നിച്ചുള്ള ഫസ്റ്റ് ജേണി. നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഒരു മാസം വെക്കേഷനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എന്താണ് പർച്ചേസിങ്ങും ഒക്കെ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അതൊന്നും വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനത്തെ പർച്ചേസിങ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വലിയ കാര്യത്തിൽ പർച്ചേസിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അതൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നൈറ്റാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. നാളെ ഇൻഷാല്ലാ വെളുപ്പിനെത്തും. അപ്പോൾ ആ കൂടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ ചെറിയ ചെറിയ ഹിൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഡെയിലി ഇങ്ങനെ വീഡിയോ കോളൊക്കെ പറയാണ്ട് വായിന്ന് ഓരോ കാര്യങ്ങളൊക്കെ വന്നു പോലെ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അല്ലാണ്ട് അറിയില്ല. എൻ്റെ മൂത്തനിയനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ വരും എന്നൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ വീട്ടിൽ ആരും ഇല്ലെങ്കിലും ശരിയാവില്ലല്ലോ. അപ്പോൾ നാളെ ഇൻഷാല്ലാ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ വീട്ടിലേക്കൊക്കെ പോകണത്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. സർപ്രൈസ് എങ്ങനെയാണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അക്കുപ്പില്ല, അക്കു കുറച്ചും കൂടെ സാധനങ്ങൾ എന്തൊക്കെയോ പർച്ചേസിങ് ഉണ്ട്. ലാസ്റ്റ് മിനിറ്റാണ് പോയേക്കണത്. അപ്പോൾ അങ്ങനെ പോയിക്കുവാണ്. ഞാൻ അത് റെഡി ആയിക്കൊണ്ടിരിക്കണതാണ്. പകുതിക്ക് വെച്ച് റെഡി ആയിക്കൊണ്ട് അതിനകത്ത് ഒരു ഇൻട്രോ സ്റ്റാർട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫസ്റ്റ് ജേണി എങ്ങനെയാണെന്നൊക്കെ നോക്കപ്പോൾ നാളെ രാവിലെ ആ കൂടെ ഫാമിലി ഉമ്മയും ഒക്കെ വിളിക്കാൻ വേണ്ടി വരും എയർപോർട്ടിൽ. അപ്പോൾ അതൊക്കെ കാണിക്കാം. അപ്പോൾ ഇനി പോണ വഴി വേണം എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടെ ഫ്രണ്ട് ഞങ്ങൾ എയർപോർട്ടിൽ കൊണ്ടാക്കൂട്ടോ. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. ഞാൻ ഇനി റെഡി ആയിട്ട് വേണം ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് ലഗേജിൽ പാക്ക് ചെയ്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോഴേ റെഡിയായി വിടാം. ഒരു മണിക്കൂറും കൂടെ ഉണ്ട് കേട്ടോ ഫ്ലൈറ്റിന്. അപ്പോൾ ഇപ്പോൾ വരും, ഞങ്ങളിപ്പോൾ ഇറങ്ങും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി ബാക്കി വരുന്ന ഇതിൽ കാണാം. ഇവിടെ അപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ. ഇനിയും ഒരു 3 ദിവസത്തേക്ക് വെതർ ഫോക്കാസ്റ്റ് ആയിട്ടുണ്ട്. ഹെവി റെയിൻ ആയിരിക്കും എന്നാണ് പറയണത്. ചില ഏരിയയിലൊക്കെ ഫ്ലഡും ആയിട്ടുണ്ട്. ഇപ്പോൾ മഴ ഒന്ന് കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ അക്കു എത്തി. പിന്നെ ഫുഡ് പാർസൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാത്രിത്തെ ആ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത്, ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പെട്ടിയും സംഭവങ്ങളെല്ലാം പാക്ക് ചെയ്തൊക്കെ സെറ്റായി. പിന്നെ നെയ്ബേഴ്സിനോടും അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അങ്ങനത്തെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. പജാസിനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കേണ്ട. പജാസാണ് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഇതാണെങ്കിൽ ഭയങ്കര മഴ. ഒരാളെ ഓടി വന്നോക്ക്, ഓട്ടം കാണിച്ചു കൊടുക്ക്. ഭയങ്കര മഴ. ഇവിടെ ആണെങ്കിൽ മഴയും ഫ്ലഡൊക്കെ ആയിട്ട് ഭയങ്കര സീനാണ്. അപ്പോൾ ഇവിടെ ഇത്രയും നേരം നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പം മഴ കുറഞ്ഞിട്ടുണ്ട്. ചില ഏരിയയിലൊക്കെ ഫുൾ ഫ്ലഡും വെള്ളപ്പൊക്കമായിട്ട് 19 പേര് മരിച്ചിട്ടുണ്ട് ഇന്നലത്തെ ന്യൂസിൽ. ഇന്ന് പിന്നെ ഞാൻ ന്യൂസ് ഒന്നും വെക്കാൻ നിന്നില്ല. പിന്നെ ദുബായിലൊക്കെ സീനാന്ന് പറയണ്ടേ, ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ സീനാണ്. ഇനി സൺഡേ ഉള്ളൂ എന്ന് പറയണ്ടായിരുന്നു വർക്കും കാര്യങ്ങളൊക്കെ. പിന്നെന്താ, അപ്പൊ ഞാൻ ഇന്ന് ആക്ച്വലി ഒരു ഡേ ഇൻ മൈ ലൈഫ് ലാസ്റ്റ് ഡേ അല്ലേ, അപ്പൊ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ ഞാൻ എണീറ്റ് തന്നെ 11:30 മണിയായി. പിന്നെ എനിക്ക് പറ്റിയില്ല കേട്ടോ. എന്താണ് ഞാൻ ചെയ്യണം, ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്നൊക്കെ ഇന്നലെ പ്ലാൻ ചെയ്തത്, പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതേ ഞങ്ങൾ പൊക്കോണ്ടിരിക്കണേണ്. അജാസിന്റെ മറ്റേ ഡ്രൈവിംഗ് ആണ്. അജാസ് തീവാറോന്ന് അജാസ് പറയണത്. അജാസിന്റെ ഡ്രൈവിംഗ് ആണ് കേട്ടോ. അപ്പോ നമുക്കിനി പോയിട്ട് അവിടെ പോയിട്ട് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഇപ്പൊ മഴ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ. സോ ഇപ്പൊ ഞങ്ങൾ പ്രിന്റൊക്കെ എടുത്ത് ടിക്കറ്റും കാര്യങ്ങളെല്ലാം വിസ ഒക്കെ പ്രിന്റൊക്കെ എടുത്തൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. സോ ഇത്രേ ഉള്ളൂ. നാളെ ഉമ്മ വന്നില്ല എന്നിട്ട് എയർപോർട്ടില്. മാമയും ഫാമിലിയൊക്കെ വന്നെയാണ്. നാളെ ഉമ്മ, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൂടെ ഫാമിലി ഉമ്മയൊക്കെ വരുന്നു. ഉമ്മ വന്നില്ല. മാമയും ഫാമിലിയൊക്കെ വന്നത് വണ്ടിയിലല്ലോ. അവിടെ നിന്ന് മാമയൊക്കെ അവിടെ നിന്ന് വിളിക്കാൻ വേണ്ടി വന്നിട്ട് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഐഷ വന്നില്ല, കൊച്ചും വന്നില്ല, ആരും വന്നില്ല. മാമ, മാമി, ഫാമിലി, വാപ്പി, ഉമ്മ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ ബാക്കിയൊക്കെ ഇനി എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. സോ ഞങ്ങളുടെ റൂമിൽ നിന്ന് എയർപോർട്ട് വരെ ഒരു 20 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ പോണ വഴിയിലൊന്നും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഹെവി റെയിൻ ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എയർപോർട്ട് എത്തി. അപ്പോൾ ദുബായ് എയർപോർട്ട് ക്ലോസ്ഡ് ആയി എന്നാണ് പറഞ്ഞേക്കണത്, ഫ്ലഡ് കാരണം കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്ലൈറ്റ് എങ്ങനെയാണ്, ഡിലേ ആണോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. വെതറൊക്കെ ഭയങ്കര മോശമായതുകൊണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു ഇന്ന്. അത്യാവശ്യം നല്ല ഈ ഒരു നൈറ്റ് ടൈമിൽ ഇപ്പോൾ കൂടുതലാണ് കേട്ടോ. പാസഞ്ചേഴ്സൊക്കെ കൂടുതലും നൈറ്റാണ് പോണത്. അതുകൊണ്ട് ആദ്യമൊന്നും അങ്ങനെ നൈറ്റ് നമ്മുടെ എമിഗ്രേഷനിലൊന്നും ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴായപ്പോൾ നൈറ്റ് ഭയങ്കര റഷാണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് ഫ്ലൈറ്റ് പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഫസ്റ്റ് തന്നെ ബോർഡിങ്ങിൻ്റെ അവിടെ എത്തി. ഇവിടെ ഒരു അരമണിക്കൂറോളം നിൽക്കാനുള്ള ക്യൂ ഉണ്ടായി. അത്യാവശ്യം ആൾക്കാരുള്ളതുകൊണ്ട് നല്ല റഷ് ആയതുകൊണ്ടിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലഗേജൊക്കെ വെയ് ചെയ്തപ്പോഴാണ് എക്സ്ട്രാ 2 കിലോ കൂടുതൽ കാണിച്ചത്. വീട്ടിൽ നോക്കിയപ്പോൾ നമുക്ക് കുഴപ്പമുണ്ടായില്ല. അപ്പോൾ തൊട്ടപ്പുറം നിൽക്കണം മോനെ, നമുക്ക് കാല് വെച്ച് ഇങ്ങനെ അമർത്തണമായിരുന്നിട്ട് ഇവിടുന്ന്. അപ്പോൾ ഫ്ലൈറ്റ് ഫുള്ളായതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ പേ ചെയ്തിട്ട് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യാൻ പറ്റില്ല ലഗേജ്. ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ ഓർത്ത് ഇനി മെഷീൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആണോ എന്ന് ഓർത്ത് ഞെട്ടിപ്പോയിട്ട് പിന്നെയാണ് അവൻ കയറി കാല് വെച്ച് നിൽക്കണ കണ്ടത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ബോർഡിങ്ങും പിന്നെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഇനി ഏതാണ് എച്ച് എന്താണെന്ന് തോന്നുന്നു പോകാൻ വേണ്ടി പോണ്. ഇന്ന് ഞാൻ ഷോൾ ഇട്ടേക്കണം. എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ടായിരുന്നു കേട്ടോ. ഞാൻ ഫുൾ ടൈം എൻ്റെ കൈ ഈ ഷോൾ അഡ്ജസ്റ്റ് ചെയ്യലായിരുന്നു. ഞാൻ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിക്കണം. ഫുൾ ക്ലിപ്പിലും അത് തന്നെയാണ്. കാരണം എനിക്കിന്ന് വൈകുന്നേരം മുതലേ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഹെഡേക്ക് ആയിരുന്നു. ഞാൻ ഇപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയേക്കണം. എന്നിട്ട് പോലും തലവേദന ഒരു ഇത്തിരി കുറവെന്നുള്ളത് നമുക്ക് അറിയാലോ. കണ്ണൊക്കെ ഒരു വേദന പോലെയായിരുന്നു. സോ ഹിജാബ് ഞാൻ പിൻ ചെയ്യാത്തത് കൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ലൂസായിട്ട് പോകണമായിരുന്നു കേട്ടോ. കറക്റ്റ് ആ പോയിന്റ് പോലെ എനിക്ക് അങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി എന്തായാലും ഫ്ലൈറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ നോക്കിയപ്പോൾ ഇതുവരെ ഫ്ലൈറ്റ് ഇവിടെ റീച്ച് ചെയ്തിട്ടില്ല. റീച്ച് ചെയ്ത് പിന്നെ പാസഞ്ചേഴ്സൊക്കെ ഇറങ്ങി അവിടെ കുറച്ച് ക്യാബിൻ ക്രൂ ഒക്കെ പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഗേറ്റ് തുറന്നിട്ട് നമ്മളെ ഉള്ളിലേക്ക് വിടുള്ളൂ. അപ്പോൾ ദുബായ് എയർപോർട്ടൊക്കെ മഴ കാരണം വെള്ളം പൊങ്ങിയിട്ട് ക്ലോസ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇവിടുത്തെ ഏതോ ഒരു ഫ്ലൈറ്റും കൂടെ ക്ലോസ് ആയിട്ടുണ്ടായിട്ട് അപ്പോൾ അവിടെ കുറച്ച് ഇഷ്യൂസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അജാസ് ഞങ്ങളെ കോണ്ടാക്റ്റിലുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും ഇപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽ ആവണമെങ്കിൽ നമ്മളെ വന്ന് തിരിച്ച് പിക്ക് ചെയ്യാം എന്നും പറ്റും. അപ്പോൾ പുറത്ത് നല്ല മഴയാണെന്നും പറയണ്ട കേട്ടോ. അപ്പോൾ എന്താകും ഇനി ക്യാൻസൽ ചെയ്യോ എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ ഷെഡ്യൂൾ ചെയ്തേക്കണം നോക്കിയിട്ട് ഫ്ലൈറ്റ് ഇതുവരെ ചേഞ്ചസ് ഒന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഓൺലൈൻ നോക്കിയിട്ടും ഫ്ലൈറ്റ് ചേഞ്ച് ഉണ്ടായിരുന്നില്ല. പക്ഷേ എത്താൻ നല്ല ലേറ്റ് ആയിരുന്നു. അങ്ങനെ ഒരു നീണ്ട 3/4 മണിക്കൂറിന് ശേഷമാണ് ഫ്ലൈറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതേ ഒരുപാട് പാസഞ്ചേഴ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഗേറ്റിൻ്റെ അവിടെ. അപ്പോൾ അതേ ഒരു ഫ്ലൈറ്റ് അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് ഇതേ അറ്റത്തുനിന്ന് വന്നുകൊണ്ടിരിക്കണം. ഈ വീഡിയോയിൽ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്തെ ക്ലിയർ ആയിട്ട് കാണില്ല. ഒരു നേരിയ ലൈറ്റ് കാണില്ല. അപ്പോൾ അതേ ഫ്ലൈറ്റ് വന്നുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റുള്ളിൽ നമുക്കിനി എൻ്റർ ചെയ്യാം ഫ്ലൈറ്റിൽ. അങ്ങനെ കുറേ നേരം ഇരുന്ന്. അപ്പം ഞങ്ങൾ 2 പേരും ഉള്ളത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വർത്താനമൊക്കെ പറയുന്നു. ഒറ്റക്കാണെങ്കിൽ ശരിക്കും ബോറടിച്ചാൽ ഈ ഒരു ലാസ്റ്റ് ഗേറ്റിൻ്റെ അവിടെ റേഞ്ച് കിട്ടില്ല. നമ്മുടെ സിം ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലാതെ നമ്മുടെ എയർപോർട്ടിൻ്റെ വൈഫൈ ഈ ഒരു ഏരിയയിൽ കിട്ടില്ല കേട്ടോ. അത് ആ ഒരു മുകളിൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ അതേ ലാസ്റ്റ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഒരുപാട് കൊതിച്ചതായിരുന്നു എൻ്റെ ആ കൂടെ ഒന്നിച്ചുള്ള ഒരു ട്രാവലിങ്. അപ്പോൾ ഇതിപ്പോഴാണ് അത് പോസിബിൾ ആയത്. 24 22 കുറച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഭാഗ്യം. അപ്പം കറക്റ്റ് സമയത്ത് വേണ്ട. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ജേണി ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ജേണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, ഓക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞ ഒരു 3/4 മണിക്കൂർ ലേറ്റ് ആയിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങണതിന് മുന്നേ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3/4 മണിക്കൂർ ലേറ്റ് ആയിരിക്കും. അപ്പോൾ അവർ പിക്ക് ചെയ്യാൻ വരുമല്ലോ, മാമയാണ് പിക്ക് ചെയ്യാനൊക്കെ വന്നത്. അപ്പോൾ ആ ഒരു ടൈം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഫുള്ളായിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് മൊത്തം ഫുള്ളായിരുന്നു. വീണ്ടും ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു ഡിലേയുടെ എന്തോ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സേഫ്റ്റി മെഷേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ അവർ എയർ ഹോസ്റ്റേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ട് തന്നുകൊണ്ടിരിക്കണുണ്ടായിരുന്നു. അങ്ങനത്തെ റൺവേ കൂടെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കണേണ്. ലാസ്റ്റ് ടേക്ക് ഓഫ് ആയ സമയത്ത് നമുക്ക് പൊതുവെ എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സ്ലൈറ്റ്ലി ഒരു ഷെയ്ക്ക് ഉണ്ടാകും. പക്ഷേ ഇതങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഞാനപ്പോൾ താഴത്തെ വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് പോയിരുന്ന ചെറിയ ചെറിയ ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫ്ലൈറ്റ് ഇന്ന് പൊങ്ങിയ പിന്നെ താഴത്തേക്കുള്ള കംപ്ലീറ്റ് വിഷൻ നമുക്ക് കാണാൻ വേണ്ടി ഒന്നും പറ്റുന്നില്ല. ഫുള്ളൊരു ഒരു പുക, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടി കേട്ടോ. ഫുൾ ക്ലൗഡ്സൊക്കെ ആയിട്ട് കാണില്ല താഴത്തെ ചെറിയ വ്യൂ. കാരണം ഫ്ലൈറ്റ് അധികം ഫ്ലൈ ആയിട്ടില്ല, കുറച്ചായിട്ടുള്ളൂ. ആ ഒരു സമയത്തേക്ക് നമുക്ക് ശരിക്കും നല്ല വ്യൂ ഒക്കെ കാണേണ്ടതാണ്. പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഫുള്ളിങ്ങനെ ക്ലൗഡ്സ് വന്ന് മൂടി കേട്ടോ. മഴക്കാരിങ്ങനെ വന്ന് മൂടി. പിന്നെ ഇവിടെ നിന്ന് മൊത്തം ചെറുക്കും കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഞാനല്ല ഫ്ലൈറ്റിലുള്ള എല്ലാവരും പേടിച്ച് പോയി. നമ്മൾ ഏതൊരു റൈഡിൽ കയറിയേക്കണമല്ലോ, സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന ഫ്ലൈറ്റ് പെട്ടെന്ന് ഒരൊറ്റ താഴ്ച നമ്മൾ അടിവറ്റിൽ നിന്നൊക്കെ എന്തോ പോലെ നമ്മുടെ കങ്കാരു റൈഡൊക്കെ ഇല്ലേ, ഒരു ഹൈറ്റിൽ നമ്മളിങ്ങനെ ചാടിക്കൂല, അതേപോലെയായിരുന്നു. ഫുൾ ചെറുക്കും കാണുന്നുട്ടോ. ഫ്ലൈറ്റ് കിടന്ന് വിറക്കണമായിരുന്നു. ഞങ്ങൾ പാസഞ്ചേഴ്സൊക്കെ ഒരു കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവർ, അമ്മമാരെ കുഞ്ഞു പിള്ളേരൊക്കെ എടുത്ത് ഇറുക്കി പിടിച്ച് നമുക്ക് ആ കാഴ്ച കാണുമ്പോൾ തന്നെ ശരിക്കും പേടിച്ചു പോയാൽ ശരിക്കും ഞാൻ അവിടുത്തെ അളവ് ഇനി വീടെത്തൂലേ അവിടം വരെ ചിന്തിക്കണ ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ എപ്പോഴോ വെളുപ്പിന് കിടന്നിട്ട് അങ്ങോട്ട് ഉറങ്ങിപ്പോയിട്ടാ. ഞാൻ പറഞ്ഞില്ലേ തലവേദനയുടെ ആ ഒരു സംഭവം ഞാൻ ടാബ്ലറ്റും എടുത്തിട്ടുണ്ടായി. ഇന്നലെ ഞാൻ പിന്നെ ശരിക്കും അങ്ങോട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഇല്ലാത്ത നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസേ ഇല്ലല്ലോ.
കേട്ടറിവല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയുള്ള രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുള്ള വ്യൂ അടിപൊളി വ്യൂ ആയിരുന്നു. ഞാൻ ഇതുവരെ കാണാത്ത അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ നോക്കിക്ക് ഫ്ലൈറ്റ് നമ്മുടെ ക്ലൗഡ്സിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ലാസ്റ്റ് ആ ഒരു ക്ലൗഡ്സിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി തന്നെ വ്യൂ. ഞാൻ മിക്കപ്പോഴും രാത്രിയെ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ രാവിലെ ഒരു വട്ടം ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു വ്യൂ ഇതുവരെ കാണാത്തൊരു വ്യൂ ആണ് കേട്ടോ. അടിപൊളിയായിരുന്നു. ശരിക്കൊരു പുക പോലെ. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കിക്കേ ഫ്ലൈറ്റിൽ നിന്ന് ശരിക്കും ആ ഒരു ഇത് മനസ്സിലാവണില്ലേ. ക്ലൗഡിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയൊരു ഫീൽ. നമുക്ക് ചുറ്റും ഇങ്ങനെ അത് ഫോഗ് വന്ന് ഇതാവണ പോലെയാണ് കേട്ടോ. പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 1 hour ആയപ്പോഴത്തേക്കും അനൗൺസ്മെൻറ്റ് ഉണ്ടായി എത്താൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പച്ചപ്പൊക്കെ കണ്ടപ്പോഴത്തേക്കും ശരിക്കൊരു സ്പെഷ്യൽ ഇമോഷനാണ് കേട്ടോ. വീട്ടിലേക്ക് പോവാം എല്ലാവരെയും കാണാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഒന്ന് വേഗം എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മൊന്ന് ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് കുറച്ചധികം നേരം എയർപോർട്ടിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, നമ്മൾ ലാൻഡിങ് ടൈം വലിയ വ്യത്യാസം ഉണ്ടായില്ല കേട്ടോ. വലിയ ഡിഫറൻസ് ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ശരിക്കും ഞാൻ പറഞ്ഞ 3/4 മണിക്കൂർ ആയിരുന്നു ഫ്ലൈറ്റ് ഡിലേ ആയത്. പിന്നെ ടേക്ക് ഓഫ് ഒരു അരമണിക്കൂർ കൂട്ടാം ടോട്ടൽ. അപ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷേ നമ്മൾ എത്തിയത് പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെച്ചാൽ 15 മിനിറ്റ് മാത്രം ഡിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിലേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് ടെർമിനലിലേക്കാണ് കേട്ടോ കൊണ്ടുപോയത്. വേറെ ഫ്ലൈറ്റൊക്കെ വന്നതുകൊണ്ട് അങ്ങനെ അവിടെയായിരുന്നു ലാൻഡിങ്. അങ്ങനെ ലാൻഡിങ് ഒക്കെ ആയി ഫ്ലൈറ്റിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇൻഡിഗോയുടെ ബസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെർമിനൽ മാറി വന്നുകൊണ്ട് ബസ്സിലായിരുന്നു. അല്ലെങ്കിൽ സാധാ ഇതിൽ തന്നെയാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അക്കൂക്ക് ഇന്നലത്തെ ആ ഇതിൽ ചെവിയും ഇതൊക്കെ അടഞ്ഞിരിക്കുകയായിരുന്നു. ഇതുവരെ ശരിയായിട്ടുണ്ടായില്ല. എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഓക്കെ ആയി. ഞാൻ പറഞ്ഞു ഒന്നും അറിയാണ്ടൊന്നും ഉറങ്ങിയൊക്കെ പോയി. വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വേഗം എമിഗ്രേഷൻ സെക്ഷനിലേക്ക് എത്തി. ഞങ്ങൾ വേഗം എത്തിയത് കൊണ്ട് തന്നെ ക്യൂ അധികം നിൽക്കേണ്ടി വന്നില്ല. നമ്മൾ എന്തോരം ഡിലേ ആവണം ഫ്ലൈറ്റ് ഇറങ്ങാൻ അത്രയും നമ്മൾ ഇവിടെയും ക്യൂ നിൽക്കേണ്ടി വരും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലഗേജൊക്കെ വേഗം കളക്ട് ചെയ്ത്. അപ്പോൾ ഒരെണ്ണം മാത്രം വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. റെഡൊക്കെ കോമൺ കളർ ആയതുകൊണ്ട് മിക്കറിൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറെയൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ മാമാനെയൊക്കെ വിളിച്ച് അവരിപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഞങ്ങളുടെ ഡിലേ ആയതുകൊണ്ട് വേറെയും ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു സമയത്ത് കുറച്ച് റഷായിരുന്നു കേട്ടോ ഈ ഇറങ്ങുന്ന സ്ഥലത്ത്. അങ്ങനെ അവരൊക്കെ വന്ന് ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോകണം. കൂടെ വീട്ടിലേക്കാണ് ഫസ്റ്റ് ചെന്നത്. അത് നിത്തു എടുത്ത് നോക്കത്ത് ചുണ്ണിത്ത് ചോദിച്ചു. അപ്പൊ ഇല്ലാന്ന് പറഞ്ഞു. നിത്തു അറിയോന്ന് ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ ഓടിച്ചെന്ന് അപ്പൊ കണ്ടോ മിഠായിനൊക്കെ ഭയങ്കര
കുഞ്ഞാണ്ടി എയർപോർട്ട് ഇതൊക്കെ വെറുതെ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഉമ്മിയുടെ സ്പെഷ്യലായിരുന്നു കേട്ടോ, പത്തിരിയും ചിക്കൻ കറിയായിരുന്നു. ഞാൻ വന്നതിന് ശേഷം വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല. ഒന്നാമത്തെ കാര്യം എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. പിന്നെ 2 വന്ന വീഡിയോ ഒക്കെ എനിക്ക് ഐശ്യായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു, കൂടെ മൂത്ത സിസ്റ്ററും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റെഡി ആയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകണം. അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ മമ്മി ഇപ്പോൾ വിളിക്കും. ഞാൻ വന്ന കേസ് അറിയില്ലല്ലോ, പൊതുവേ ആ ഒരു സമയത്ത് തന്നെ വിളിക്കാറുള്ളതാണ്. അപ്പോൾ ഇങ്ങോട്ട് വീഡിയോ കോളായിരിക്കും ചെയ്യണത്. അപ്പോൾ നമ്മൾ സ്ഥലമൊക്കെ മാറുമ്പോൾ തന്നെ മനസ്സിലാകും എത്തിയത്. അപ്പോൾ പിന്നെ കൈയോടെ തന്നെ പോയിട്ട് സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാനും ഒക്കെ ഇപ്പോൾ പോകാൻ വേണ്ടി പോവാണ്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട്, എൻ്റെ വീട്ടിലെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.